വെൽക്കം ടു ക്രിയേറ്റീവ് ടെക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരു വലിയ ഫയർ എക്സ്റ്റിംഗ്വിഷർ അല്ല ഉണ്ടാക്കാൻ പോണേ, പക്ഷേ ഇതിനൊരു മിനിയേച്ചർ മോഡലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിയേച്ചർ മോഡൽ ഫയർ എക്സ്റ്റിംഗ്വിഷറിന് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കാൻ പറ്റും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. സോ അപ്പോൾ ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബോട്ടിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോൾ ഇടാൻ ഞാൻ ഉപയോഗിക്കുന്ന സോൾഡറിംഗ് ആണ്. ഈ ഹോൾ ഇടണ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോ കയറ്റി കൊടുക്കാനാണ്. അപ്പോൾ ആ സ്ട്രോ കയറ്റി കൊടുക്കാൻ പാകത്തിനുള്ള ഹോളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഹോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്, ഒരു സ്ട്രോ കയറ്റി കൊടുക്കാനുള്ളത്. ഞാൻ സ്ട്രോ എടുത്തിട്ട് ആ ഹോളിലൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വലിപ്പത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വലിപ്പം വേണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഓട്ട കറക്റ്റായി ഇടണം. അപ്പോൾ ഓട്ട വലുതായി പോയാൽ നിങ്ങൾ അവിടെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓട്ട കിട്ടിയിട്ട് ആ സ്ട്രോ അതിൻ്റെ ഉള്ളിൽ കെയർ ചെയ്യുന്ന വെച്ചിട്ടും നിങ്ങൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എന്തായാലും ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ പശ ഉപയോഗിച്ചിട്ട് അതൊന്ന് മൂടിയാൽ മതി. അപ്പോൾ ഞാൻ നല്ലൊന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അവിടെ ഒന്ന് എയർ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്ട്രോ കുറച്ച് നേരെ പിടിച്ചു വെക്കുന്നുണ്ട് ഞാൻ. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളഞ്ഞു വതക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കിട്ടിട്ടുണ്ട്. ഇനി ആ സ്ട്രോവിൻ്റെ വേണ്ടാത്ത കുറച്ച് പാർട്ട് വന്നിട്ടുണ്ട്. ആ പാർട്ട് ഞാൻ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉൾഭാഗത്തെ പാർട്ടും കൂടി ഞാൻ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ആ ബോട്ടിൽ. എന്നിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ എടുക്കുന്ന ബോട്ടിലിന് എന്തായാലും ഒരു മൂടി വേണം. ആ മൂടി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടി ഒന്ന് എയർ പോവാതെ കിടാനും, അതേപോലെ തന്നെ ആ മൂടിയിലാണ് ബേക്കിംഗ് സോഡ തൂക്കി വെക്കാൻ പോണത്. അപ്പോൾ ഇനി ബേക്കിംഗ് സോഡ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. അതിൻ്റെ പിന്നെ ആ ടിഷ്യൂ പേപ്പറിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓട്ടയൊന്നും ഇല്ലാത്ത ടിഷ്യൂ പേപ്പർ തന്നെ എടുക്കുക. സോ എന്നിട്ട് ഞാൻ അതിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം അതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്, എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ അതിൽ നൂല് ചുറ്റി കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് ഞാൻ നൂല് ചുറ്റി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ നൂല് ആ മൂടിയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെക്സ് ക്യൂക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്ന ഗ്ലൂ ഗണ്ണാണ് ഇതിന് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഉണങ്ങാൻ കാത്തിക്കാം. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം, ഈ ബേക്കിംഗ് സോഡ ഇട്ട ടിഷ്യൂ പേപ്പർ വിനെഗറിൽ തട്ടയക്കണം. അപ്പോൾ വിനെഗറും കൂടെ ഇനി ആ കുപ്പിയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. സോ ഇനി ഞാൻ ചെയ്യാൻ പോണത് ആ കുപ്പിയിൽ വിനെഗർ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിലിപ്പോൾ സുർക്ക ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു അമൗണ്ടിൽ ഞാൻ സുർക്കയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിൽ. അതിനുശേഷം ഞാൻ മെഴുകുതിരി എടുത്തിട്ട് അത് തീ എത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെഴുകുതിരിയാണ് അണയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ആ സ്ട്രോയുള്ള ഭാഗം ഒന്ന് മൂടി വെച്ചിട്ട് ആ കുപ്പി ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ഒരു ചെറിയ ഒച്ച കേൾക്കാം. അതിലോട്ട് സ്ട്രോ ഫോക്കസ് ചെയ്തിട്ട് ആ വിരൽ മാറ്റിയാൽ മതി. അപ്പോൾ അത് അണഞ്ഞോളും.
സോ വിനെഗറും ബേക്കിംഗ് സോഡ മിക്സ് ആയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. കുറേ പദം ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബിഹൈൻഡ് ദ സയൻസ് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഇപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ആ വൈറ്റ് കളർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു ഈസി എക്സ്പെരിമെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് ദ സയൻസ് അറിയാൻ നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ബിഹൈൻഡ് ദ സയൻസ് സിമ്പിളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനെഗറും ബേക്കിംഗ് സോഡ മിക്സ് ആകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ തീ അണയ്ക്കണത്. അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ ബിഹൈൻഡ് ദ സയൻസ് എന്ന് പറയാൻ പറ്റുന്നത്. ഈ എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ കറക്റ്റ് ബേക്കിംഗ് സോഡയുടെയും വിനെഗറിൻ്റെയും മിക്സ്ചർ ഇട്ടാൽ നിങ്ങൾക്ക് ആ ബേക്കിംഗ് സോഡ വിനെഗറിൽ നല്ല മിക്സായി കിട്ടും. അല്ലെങ്കിൽ ആ ബേക്കിംഗ് സോഡ കുറച്ച് ബാക്കി ഉണ്ടാവും. അത് വലിയ കുഴപ്പമുണ്ടാവില്ല. നല്ല മിക്സ് ആയാൽ നല്ല കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബിഹൈൻഡ് ദ സയൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ വേഗം പോയി ലൈക്ക് ചെയ്യുക. അതേപോലത്തെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കൂൾ കറൻസ് കിട്ടാനായിട്ട്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.